യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കരുതലോടെയാണ് ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചത് ഗൾഫ് രാജ്യങ്ങളൊക്കെ. ദുബായിലെ ആരാധനാലയങ്ങളിൽ ഓൺലൈനായാണ് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടന്നത്. ഒമാനിലെ മസ്കറ്റ് അടക്കമുള്ള നഗരങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ മലയാളികൾ അടക്കമുള്ള നിരവധി പ്രവാസികളാണ് പങ്കെടുത്തത്. ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത ത്യാഗത്തിന്റെയും സങ്കടങ്ങളുടെയും സംഘർഷകാലത്തിന് ശേഷം ഉയിർപ്പിന്റെ വിശുദ്ധ ദിനങ്ങൾ എത്തുമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് യുദ്ധകാലത്ത് പ്രവാസികൾ ഉയിർപ്പുത്സവം ആഘോഷിച്ചത്. UAE, അബുദാബി, ഷാർജ, അലൈൻ, ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെല്ലാം വിശ്വാസികൾ പുലർച്ചെ ആരാധനാലയങ്ങളിലെത്തി. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ പള്ളിയിൽ വികാരി ഫാദർ ജിജു എൻ ജോൺ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഫാദർ ഗീവർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അബുദാബി മുസഫ സീറോ മലബാർ കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾ സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്നു. ഫാദർ ജോൺസൺ പുതുപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മുസഫ സെന്റ് പോൾസ് കാത്തലിക് പള്ളി, അബുദാബി മാർത്തോമ, സെന്റ് ജോസഫ്, CSI, സെന്റ് ആൻഡ്രൂസ് ദേവാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഡോക്ടർ തോമസ് മാർ അത്തനാസിയൂസും സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ഫാദർ ജോൺ ജോസഫും തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഫുജൈറ സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനായി. UAE മലങ്കര കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾക്ക് റാസൽ ഖൈമ സെന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ദുബായിലെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകൾക്ക് അനുമതിയില്ലാത്തതിനാൽ ഓൺലൈനായിട്ടാണ് ചടങ്ങുകൾ നടന്നത്. വിശ്വാസികളിൽ ചിലർ അടുത്തുള്ള ദേവാലയങ്ങളിലെ ചടങ്ങുകളിൽ പങ്കാളികളായി. ഷാർജ CSI ചർച്ചിൽ നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ലോകത്തിന്റെ പ്രകൃതിയുടെ ഒക്കെ മനുഷ്യൻ ചിന്തിക്കുന്ന നിയമങ്ങളെ മാതൃഭൂമി ന്യൂസ്, ദുബായ്.